സിമ്പിളായിട്ടുള്ള മോരുകറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ഉലുവ, കടുക്, കായപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വറ്റൽമുളക്, പച്ചമുളക്, ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഒരു സിമ്പിൾ മോരുകറി റെസിപ്പിയാണ് നിങ്ങളിന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പിയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ചോറിന് കുറുകിയ മോരുകറിയാണ് അച്ചാച്ചന് ഇഷ്ടം. ഞങ്ങളിപ്പോൾ ചോറിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മോരുകറി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഓർത്തു. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുകും ഉലുവയും ഒഴിച്ചു കൊടുക്കാം. കടുകും ഉലുവയും, രണ്ട് വറ്റൽമുളക്, കുറച്ച് ജീരകം, കറിവേപ്പില, ആവശ്യത്തിന് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർന്ന് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു പേരിന് കളറിന് വേണ്ടി മുളക് പൊടി, ഉലുവപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരുണ്ട്. തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സിമ്പിളായിട്ട് മോരുകറി